ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് ബിരിയാണികളൊക്കെ കണ്ടു അല്ലേ. പലതരം ബിരിയാണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബിരിയാണിയിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന്. കാരണം ബിരിയാണി നമ്മുടെ ഫേവറേറ്റ് ഡിഷ് അല്ലേ അല്ലേ. എല്ലാ വീട്ടിലും എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ ബിരിയാണിനെ കുറിച്ച് ആദ്യമേ രണ്ട് വാക്ക് പറയാം അല്ലേ. ഈ ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കോ മുമ്പ് ഇതൊരു പേർഷ്യൻ ഡിഷാണ്. ബിരിയൻ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ബിരിയാണി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബിരിയാണി എന്ന ഡിഷ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ബിരിയാണി എന്ന പേര് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അവരുടെ പുലാവിനോട് കുറച്ച് കണക്റ്റഡ് ആണ് നമ്മുടെ ബിരിയാണി. അങ്ങനെയാണ് മുഗൾസ് ആണ് നമുക്കിത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും മുഗൾസിന്റെ ബിരിയാണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദി ബിരിയാണിയൊക്കെ സംഭവമാണ്. കാരണം ഒത്തിരി ഫ്ലേവേഴ്സും സ്ട്രോങ് ഫ്ലേവേഴ്സ് ആണ്. ഒരുപാട് കാര്യങ്ങളാണ്, അതായത് റോസ് വാട്ടർ, സാഫ്രൺ, അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി കൂടുതലും എനിക്ക് തോന്നുന്നു നോർത്തിലാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇവിടെ ബിരിയാണിയിൽ പല പല പൊടിക്കൈകളൊക്കെ ചേർക്കും. അപ്പൊ നമ്മുടെ കേരളത്തിലെ ബിരിയാണി വന്ന് നോക്കുമ്പോൾ കാലിക്കറ്റുള്ള ബിരിയാണി എല്ലാവർക്കും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു ബിരിയാണിയാണ്. കാരണം സിമ്പിളാണ്, മസാലയൊക്കെ കുറച്ച് കുറവാണെങ്കിലും ചോറിന് അസാധ്യ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അത് അവര് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായി ചതച്ച് ഇടിച്ച് വെച്ച് കുറേ ഹാർഡ് വർക്ക് പണിയെടുത്ത് ബിരിയാണി, എനിക്ക് തോന്നുന്നു ബിരിയാണി മാത്രമല്ല എല്ലാ വിഭവവും ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് കോഴിക്കോട്. എൻ്റെ ഒരു അനുഭവം വെച്ച്, കാരണം ഹസ്ബൻഡിൻ്റെ ആളുകളെല്ലാം കാലിക്കറ്റുകാരാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കാലിക്കറ്റുള്ളത്. അവരുടെ നല്ല പൊടിച്ച് തടി ഇടി പൊടിയാക്കി ഭക്ഷണം വെക്കും എന്ന് പറയുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ എന്തായാലും നമ്മൾ കൊച്ചിയിൽ വരുമ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേക്ക് ഭയങ്കര ഫേമസ് കായിസിന്റെ ബിരിയാണിയാണ്. കായിസിന്റെ ബിരിയാണി ഏറ്റവും നല്ല ബിരിയാണി ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ അവിടെ പണ്ട് അല്ല, അത്ര പണ്ടല്ല, എന്തായാലും കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാനും അഞ്ജല ഭയങ്കര ചിരിയാണ്, ഞാനും ബഷീർക്കയും കൂടെ പോയിട്ട് അവിടെ ഇരുന്ന് അവരുടെ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ക്രൗഡഡ് പ്ലേസ് ആണ്. എന്നിരുന്നാലും ഒരു സന്തോഷമുള്ളൊരു കഴിക്കലാണ്. അവിടെ പോയി കഴിക്കുമ്പോൾ മസാലയും അതും ഇതൊക്കെ ആയിട്ട് ഒരു രസത്തിന്റെ എന്താ പറയുക, ഒരു കൂട്ടാണ് നമ്മുടെ തീന്മേശയിലോട്ട് അവർ വിളമ്പി വെച്ച് തന്നിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ മാറി മറിഞ്ഞു, പലതരം പുതിയ വിഭവങ്ങളും പുതിയ ബിരിയാണി, പുതിയ കടകളും, ന്യൂജൻ കടകളും ന്യൂജൻ ബിരിയാണിയും ഒക്കെ ആയിപ്പോയി. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ വെക്കുന്ന ബിരിയാണിനോട് ഭയങ്കര പ്രിയമല്ലേ. നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അല്ലേ. കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എൻ്റെ മമ്മി വെക്കുന്ന ബിരിയാണിയായിരുന്നു ഏറ്റവും ഫേവററ്റ്. മമ്മി പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കും. മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പം മമ്മിയിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയത്. ഇപ്പൊ അഞ്ജല അത്യാവശ്യത്തില്ല, എന്നിലും നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം അതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മളെ മക്കള് വേറൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ഹാപ്പിനെസ്. അപ്പൊ എന്തായാലും നമ്മളൊരു ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നു അരിയുടെ കാര്യം തന്നെയാണ്. കാരണം നല്ല അരി നല്ലതല്ലെങ്കിൽ, ഒരു നല്ല അരി നമ്മൾ സെലക്ട് ചെയ്യാൻ പഠിക്കുന്നു. നല്ല അരി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മസാലയൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അരി വെന്തില്ല, അല്ലെങ്കിൽ അരി കുഴഞ്ഞു പോയി, അപ്പൊ ചോറ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പൊ അപ്രിയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ എന്തായാലും അരിയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മാത്രമല്ല അരിയെല്ലാം ശരിയായാലും വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യണ ഇറച്ചി വെന്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെയും പാളിപ്പോവും. ഇതൊക്കെയാണ് ഇടയ്ക്ക് ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ എനിക്കടക്കം ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം. ചില സമയത്ത് നമ്മൾ ഇറച്ചി പോയി വാങ്ങുമ്പോൾ നല്ല ഇറച്ചി കിട്ടും. അപ്പം അതനുസരിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അതേ കടയിൽ നിന്ന് തന്നെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത്തിരി മൂത്ത ഇറച്ചിയാണെങ്കിൽ അപ്പോൾ വേവൊക്കെ നമ്മൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അരിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ലോങ് ഗ്രെയിൻ അരി ഉണ്ട്, കൈമ റൈസ് ഉണ്ട്, ജീരകശാലയുണ്ട്. നമുക്ക് പല വിലയുടെ അരി കിട്ടും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വില കൂടിയ അരി ഇട്ടാലേ ബിരിയാണി നന്നാവും, വില കുറഞ്ഞ അരി ഇട്ടാൽ ബിരിയാണി കേടാവും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ വെക്കുന്നു അതനുസരിച്ചിട്ടാണ്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള അരി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വില കുറഞ്ഞ അരിയൊക്കെ ഇത്തിരി വാങ്ങുമ്പോൾ ഇത്തിരി പശപ്പൊക്കെ ഉണ്ടാവും അരിക്ക്. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വറുത്താൽ മതി.
അതായത് ഇപ്പൊ ബിരിയാണിയുടെ റെസിപ്പീസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. ബിരിയാണി വെക്കുന്നതിന് മുമ്പ് നമ്മൾ അരി ഒന്ന് വറുക്കുന്നുണ്ട്. ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആ അരി ഒന്ന് വറുക്കുന്നത്. അതുപോലെ അരി ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഇച്ചിരി പശയൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർ കുക്ക്ഡ് ആവില്ല അരി, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ നല്ല ലോങ് ഗ്രെയിൻ റൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒന്നൊന്നുമ്മ തൊടാതെ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുമല്ലോ, അപ്പോൾ നല്ല മുല്ലപ്പൂ മൊട്ട് പോലെ ഇങ്ങനെ ഒട്ടാണ്ട് വിടർന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ സമയത്ത് നമ്മളത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ നല്ലോണം വറുത്തിട്ടൊക്കെ ചില സമയത്ത് കിട്ടുന്ന അരികളൊക്കെ നല്ല അരിയായിരിക്കും. അപ്പോൾ പലതരം ചോറ്, ബിരിയാണി അല്ലെങ്കിലും ചോറ് വെച്ച്, അതായത് മീൻ ചോറ്, ഇറച്ചി ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ഈ റേഷൻ അരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് പറ്റുന്ന, എഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലക്കുള്ള അരി വാങ്ങിയിട്ട് നമുക്ക് ബിരിയാണി ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം മസാല എപ്പോഴും നമ്മൾ ചോറിൽ അധികം മസാല വേണ്ടെങ്കിലും നമ്മൾ ആ മസാല, ഇറച്ചിയുടെ മസാല ചെയ്യുമ്പോൾ, അത് ഇറച്ചിക്കായാലും മീനാണെങ്കിലും നമ്മൾ പിന്നെ ചിക്കൻ ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും എന്തൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മസാല റെഡിയായാൽ തന്നെ നമ്മുടെ ബിരിയാണിയുടെ പകുതി ടെൻഷൻ മാറി കിട്ടും. കാരണം മസാല നമ്മൾ നന്നായിട്ട് വഴറ്റുക, നന്നായിട്ട് അതെല്ലാം കൂടെ ബ്ലെൻഡായി നമ്മുടെ ഇറച്ചിയുടെ ഉപ്പും എരിവും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ പുളിയും പിന്നെ തൈര് നമ്മൾ ആഡ് ചെയ്യും. അതൊക്കെ പാകമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി ടെൻഷൻ ഫ്രീ ആകാം. കാരണം ഈ മസാല കൊണ്ടാണല്ലോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വാദെല്ലാം നമ്മുടെ ബിരിയാണിക്ക് ഉറപ്പായിട്ടും കിട്ടും. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ ചോറ് വേവിക്കുന്നത് നമ്മൾ ഈ ഇറച്ചി വേവിച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ടാണ്. അതാണ് നമ്മൾ മൂന്നാമത്തെ ട്രിക്ക്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സത്യത്തിൽ ഇപ്പം നമ്മൾ പ്രോൺസ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എന്തും ഇപ്പം നമ്മൾ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു മീൻ പൊടിച്ച് നമ്മൾ ആ ചോറിൽ ഇടുന്ന മസാലയിൽ ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ കുക്ക് ചെയ്ത ആ ഒരു സ്റ്റോക്ക്, അതായത് അതിന് വേവിച്ച വെള്ളം, അത് യൂസ് ചെയ്ത് നമ്മൾ ചോറ് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ടേസ്റ്റും നമുക്ക് അതിൽ കിട്ടും. പിന്നെ നമ്മൾ മസാലയും ചേർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ റെസിപ്പി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കുറച്ച് മസാല ഇതിൽ നിന്ന് എടുത്ത് അതിലോട്ട് അരി വറക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ ഇപ്പം എല്ലാവരും കണ്ടുവരുന്നത് ബിരിയാണി വെക്കുമ്പോൾ റോസ് എസൻസ്, അതുപോലെ ബിരിയാണി എസൻസ്, അങ്ങനെ അതുപോലെ പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ ഇടുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ അപ്പം കഴിക്കാനാണെങ്കിൽ മാത്രം അതിട്ട, ഇന്നത്തെ ദിവസം മാത്രമേ നമ്മളിത് കഴിക്കുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചെയ്തിട്ടുള്ള ബിരിയാണിയോട് എന്തോ ഒരു യോജിപ്പില്ല. നമ്മുടെ കടയിൽ ഇപ്പോൾ കേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല, എസൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. കാരണം ഫ്ലേവേഴ്സ് ഇടുമ്പോൾ ആ സമയത്തൊരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് മട്ടിക്കും. ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണിന്റെ വലിയ മണം ഇല്ലെങ്കിലും സ്വാദിനൊരു കുറവും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ പട്ട കറിയാകുമ്പോൾ ഏലക്ക, ജാതിപത്രി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ, തക്കോലം, അതൊക്കെ ആഡ് ചെയ്യുന്നതോടെ കൊണ്ട് അതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ചോറിൽ ഞാൻ ചിലപ്പോൾ പേസ്റ്റ് ആക്കിയിട്ട്, അതൊരു ടിപ്പാണ്, അടുത്ത ടിപ്പാണ്, ചോറിൽ പൈനാപ്പിളിന്റെ പേസ്റ്റ്, പൈനാപ്പിൾ മുറിച്ച് കഷ്ണങ്ങൾ അവിടെ ഇവിടെ വെതറി ഇടുന്നതിലും പൈനാപ്പിൾ നമ്മൾ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് നമ്മുടെ ചോറിന് വേവിക്കാൻ വെച്ച ആ ഗ്രേവി ഇല്ലേ, ആ വെള്ളമില്ലേ, അതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകും അരി. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഈ പൈനാപ്പിൾ എസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഈ പൈനാപ്പിൾ ഇട്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും പൈനാപ്പിൾ എസൻസിന്റെ കുത്തൊന്നും ഉണ്ടാവില്ല, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. സാധാരണ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ ബിരിയാണി വെക്കും. ഇപ്പോൾ 1 ഗ്ലാസ് അരി, 2 ഗ്ലാസ് അരി, 1 കിലോ അരി വരെയൊക്കെ കുഴപ്പമില്ല. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഓക്കെയാണ്. പക്ഷേ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ കണക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം സമമായിട്ട് വെള്ളം വെക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ 2 കിലോ, 3 കിലോ, 5 കിലോ ഒക്കെ ബിരിയാണി നമുക്ക് വീട്ടിലെന്തെങ്കിലും ഗാദറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ ഈ പാത്രം, വലിയ പാത്രമല്ലേ, ഈ പാത്രത്തിന്റെ ചൂടിൽ തന്നെ, നല്ല ചൂടായിരിക്കുമല്ലോ പാത്രത്തിന്റെ ചൂടിൽ തന്നെ കുറച്ച് കുക്ക്ഡ് ആകും. അപ്പോൾ ഒരിക്കലും സമം വെള്ളം വെക്കരുത്. വെള്ളം കുറച്ച് കുറവേ എപ്പോഴും വെക്കാവുള്ളൂ.
ഇനി വെള്ളത്തിൽ നമുക്ക് കുറവ് പോരായ്മ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം തെളിച്ചു കൊടുത്തിട്ടും ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് നമുക്ക് വേവിക്കാം, വേവ് കുറവാണെങ്കിൽ. പക്ഷെ വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തൊടുമ്പോഴും നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കണ പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ കയ്യിൽ കുത്തുമ്പോൾ ഉള്ളിലോട്ടുള്ള അരിക്ക് ശരിക്കും നല്ല വെന്ത പോലെ ഇരിക്കും. അപ്പൊ ഒരുപാട് വേകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് എപ്പോഴും കുറവേ വെക്കാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുൾ നെയ്യിൽ വെക്കണം എന്നില്ല കേട്ടോ ബിരിയാണി. നമ്മൾ എന്ത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒഴിച്ച് നമ്മൾ പട്ട, കറിയാമ്പ്, ഏലക്കയൊക്കെ പൊട്ടിച്ച് നമ്മുടെ മസാലയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് നെയ്യ് ചേർത്താൽ മതി ശരിക്കും. പിന്നെ ദം ചെയ്യണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ട്. അതുപോലെ നമ്മൾ ബിരിയാണി കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊരു സ്മെല്ല് വരും. അതൊക്കെ ശരിക്കും ഈ സ്പൈസസിൽ നിന്നും പിന്നെ നമ്മുടെ ഇറച്ചിയും ബിരിയാണിയും നമ്മുടെ നെയ്യും ഒക്കെ തന്നെയാണ് നമുക്ക് ആ ഫ്ലേവറിങ് തരുന്നത്. അപ്പൊ ബിരിയാണി വെക്കുമ്പോൾ നാരങ്ങ നീരാണ് ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ലാത്തത്. അതാണ് നമ്മുടെ ചോറിനെ മണിമണി പോലെ നിർത്തുന്നത്. പിന്നെ അരി വറക്കണ കാര്യം ഞാൻ പറഞ്ഞു, അതും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ അരി കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇറച്ചിയുടെ സ്റ്റോക്ക് ഒഴിക്കണ കാര്യം പറഞ്ഞു, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ റൈസ് തിരഞ്ഞെടുക്കുന്ന കാര്യവും പറഞ്ഞു. ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന റൈസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഏത് റൈസ് ആണെങ്കിലും ഇച്ചിരി പശപ്പുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം തെളിച്ച് കൊടുത്ത് നമ്മൾ അതൊന്നും കൂടെ രണ്ടാമത് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചാലും ചോറ് വെന്ത് കിട്ടും. പൈനാപ്പിൾ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ ചോറിന് പ്രത്യേക സ്വാദ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇറച്ചി മസാല റെഡിയാക്കുമ്പോൾ തൈര് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ആ പുളി, ആ തൈര്, ചെറുനാരങ്ങ, ഉപ്പ്, എരിവൊക്കെയാണ് നമ്മുടെ മസാലക്ക് എല്ലാ ടോട്ടാലിറ്റിയിൽ ഒരു ടേസ്റ്റ് തരുന്നത്. മസാല റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ചോറിന്റെ കാര്യം പകുതി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബിരിയാണി വെക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി. പിന്നെ എല്ലാവർക്കും അവരവരുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ മോള് ഒക്കെ വെക്കുന്ന ബിരിയാണി തന്നെയായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ അവർക്കൊക്കെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ ഈ ടിപ്സ് ഒക്കെ സഹായമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കേൾക്കാൻ ഞാൻ പറയുകയാണ് ചെയ്തിരുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം. ഒരുപാട് സന്തോഷത്തോടെ ഇനി വീണ്ടും അടുത്ത ദിവസം മറ്റൊരു രൂപമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.